ഹലോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ജിഷിനും അഭിലാഷും എവിക്റ്റായി. എന്തായാലും ഇനി അങ്ങോട്ട് അവരുടെ കരിയറിൽ വെച്ചടി കയറ്റം ആവട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ജിഷിൻ എങ്ങനെയാണ് ആക്ച്വലി എവിക്റ്റായത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. മേ ബി ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എവിക്റ്റായത്. എവിക്റ്റ് ആയതിനു ശേഷം അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈവൺ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും പറഞ്ഞിരുന്നു അൺഫെയർ എവിക്ഷൻ ആണ് എന്നുള്ള തരത്തിൽ. ബട്ട് ശരിയാണ്, ഞാനും വോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വോട്ടിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഞാൻ പൊതുവെ ആർക്കും ചെയ്യാറില്ല, ബട്ട് ഈ വോട്ടിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ വോട്ടിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാർ ആർക്കൊക്കെ ആയിരിക്കും വോട്ട് കൊടുത്തിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും വോട്ട് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ സാബുമാൻ 2 തവണ സേവ് ആയിടൂ, 2 തവണ. കഴിഞ്ഞ തവണ മറ്റേ രണ വിക്റ്റായി, സാബുമാൻ സേവായി. ഇത്തവണ അഭിലാഷും പോയി, ജിഷ്ണും പോയി, സാബുമാൻ സേവായി. ഓക്കെ, ഞാൻ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ സാബുമാൻ്റെ കേസിൽ നിങ്ങൾ സാബുമാൻ വോട്ട് ചെയ്ത ആൾക്കാരാണോ? നിങ്ങൾ ചെയ്ത ആൾക്കാരാണോ? ഐ എം ആസ്കിങ് യു ഗൈസ്. നിങ്ങൾ ചെയ്ത ആൾക്കാരാണോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്നൊന്ന് നിങ്ങൾ പറയുമോ? പറ്റുകയാണെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾ അയാൾ അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കാൻ ഉണ്ടായൊരു കാരണം? യു ഗൈസ് ലൈക്ക് ഹിസ് ആറ്റിറ്റ്യൂഡ്, ലൈക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ കേട്ടോ, നോ ഇഷ്യൂസ്, നിങ്ങളുടെ ഇഷ്ടമാണ്, ആയിക്കോട്ടെ, അയാൾ നിന്നോട്ടെ അവിടെ. ബട്ട് ഇതൊരു ഗെയിം ഷോ ആണ്. ഗെയിം ഷോ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ സാബുമാനെ പോലെ സേഫായിട്ട് നിൽക്കുന്ന ആൾക്കാർ സേവായിട്ട് അവിടെ കളിക്കുന്ന ആൾക്കാർ, ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ എവിക്റ്റായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനോടാണ് എനിക്കൊരു എതിർപ്പ്. അല്ലാണ്ട് സാബുമാൻ സേവായില്ലല്ല എൻ്റെ എതിർപ്പ്. അയാളെ എനിക്കും ഇഷ്ടമാണ്, പാവൊരു മനുഷ്യനല്ലേ, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ അയാളെ സേവ് ആവുമ്പോൾ ഇപ്പുറത്ത് കളിക്കുന്നവർ പോകുന്നു. ഇപ്പോൾ ജിഷിനാണെങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അയാളുടെ എവിക്ഷൻ. ഞാനങ്ങനെ അഭിലാഷിൻ്റെ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ആരും പ്രതീക്ഷിക്കില്ല തോന്നുന്നു. കാരണം എല്ലാവരും സാബുമാൻ പോകുന്നു വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ഇവിടെ അഭിലാഷ് പോകുന്നു, ജിഷിൻ പോകുന്നു. ഇപ്പം അഭിലാഷിൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല. അയാൾ ഡയറക്റ്റ്ലി കളിക്കേണ്ട കാര്യങ്ങളും സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി സംസാരിക്കണം. അതിന് പകരം അയാൾ പലപ്പോഴും ഹി വാസ് ആക്റ്റീവ് ഇൻ ദ ഹൗസ്, ബട്ട് ചില വിഷയങ്ങളൊക്കെ ഇന്നലെ തന്നെ വീഡിയോ ഇട്ട് കാണിച്ചു. മറ്റേ ആര്യൻ ഗിസൈലിൻ്റെ വിഷയം ഇവർ സൈഡിൽ ഒരു ഗ്യാങ് ആയിട്ടിരുന്നിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ അവർ ഡയറക്റ്റ്ലി സംസാരിക്കേണ്ട കാര്യം ഡയറക്റ്റ്ലി സംസാരിക്കുന്നൊന്നുമില്ല. സോ അത്തരത്തിലുള്ള ചില പാളിച്ചകളൊക്കെ അഭിലാഷിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റി എന്നുള്ളത് നമ്മൾ ആക്ച്വലി കാണുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയ കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല അഭിലാഷ്. ബട്ട് ജിഷിൻ്റെ കേസിൽ ജിഷിൻ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ ആക്റ്റീവ് ഇൻ ദ ഹൗസ് ആണ്. ലൈക്ക് എന്തുകൊണ്ടും കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ സാബുമാനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അയാൾ ഭയങ്കരമായ ടോക്സിക് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചൊരാൾ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ സേഫായിട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയൊന്നും ഒരാളല്ല അയാൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് ഉണ്ട്, നിൽക്കാൻ ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിഷിൻ. പക്ഷേ അയാൾ എവിക്റ്റായി. എനിക്കെന്തോ ഇപ്പം എനിക്ക് തോന്നുന്നു, എന്താണ്, അറ്റ്ലീസ്റ്റ് എനിക്ക് വോട്ട് ചെയ്യായിരുന്നു. എനിക്ക് പൊതുവേ ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാറില്ല. ആക്റ്റീവായിട്ട് ഇതിൻ്റെ അകത്ത് ഷോ കാണും, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നല്ലാണ്ട് ഞാനങ്ങനെ വോട്ട് ചെയ്യുന്നൊരു പ്രേക്ഷകനല്ല. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് കൊടുക്കാമായിരുന്നു വോട്ട്. ഒരു വോട്ട് എൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക്, ഇപ്പം അൺഫെയർ എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അയാൾക്കൊരു വോട്ട് കൊടുക്കാമായിരുന്നു. ബട്ട് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ പോയി. കളിക്കുന്നുണ്ട്, ആക്റ്റീവായിട്ടുള്ള ഒരാൾ പോയി. അതിൽ എനിക്കൊരു വിഷമം ആക്ച്വലി ഉണ്ട്.
പിന്നെ മറ്റൊരു കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാബുമാന് ഇഷ്ടപ്പെട്ടിട്ട്, ഓക്കെ, സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടമായതുകൊണ്ട് അയാൾക്ക് വോട്ട് കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ തെറ്റു പറയില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. പക്ഷേ അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് മേ ബി ആര്യനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മറ്റേ ആദിലയുടെ അടുത്ത് പറയണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആദിലയുടെ ഒരു രീതി ആൾക്കാർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു വിരോധമുണ്ട് ആദിലയോട്. അത് നമുക്ക് പല കമൻറ്റ് ബോക്സുകളിലും അതേപോലെ തന്നെ ലൈവ് കമൻസിലും എപ്പിസോഡ് ലൈവ് എന്നുള്ള രീതിയിൽ പോകുമ്പോഴുള്ള ചാറ്റ് ബോക്സിലാണെങ്കിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഒരുപാട് ആൾക്കാർ ആദിൽ എവിക്റ്റ് ആവണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തമ്മിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിലെ പുറത്ത് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആദിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ മേ ബി അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും പല ആൾക്കാർക്കും. അത് കുറേ പേര് ചിലപ്പോൾ സാബു മാനേജ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടാവും തെറിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഒരു ഗസ്സാ പറയുന്നത്, ശരിയായി കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അതിലെ പോകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആര്യം പോകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റൻസ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സാബുമാന് വോട്ട് കൊടുത്തിട്ടുള്ള ഓഡിയൻസും ആക്ച്വലി ഉണ്ടാകും. മനസ്സിലായി? ഞാൻ സാബുമാനെ വോട്ട് ചെയ്ത ആ ടീമിനല്ല കുറ്റം പറയണം, ആര് സാബുമാനെ ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് കൊടുക്കുന്ന ആൾക്കാരെ അല്ല പറയുന്നത്. മറ്റൊരാൾ പോകാൻ വേണ്ടിയിട്ട് സാബുമാന് വോട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. അതിന് മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോവുമോ? അതോട്ടെ ഇല്ല, പോവില്ല. ഇപ്പം ആര്യൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ആര്യന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, ആര്യനെ ഇഷ്ടപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ആക്ച്വലി ഉണ്ട്, അവർ ആര്യന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ആദിലയുടെ കേസിൽ ആദിലയ്ക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ടെന്നേ. ആദില നൂറ് അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട്, അവർക്ക് മാത്രം വോട്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ ആദിലയ്ക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പം അവരൊക്കെ കിട്ടിപ്പോവും. ഇവരെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സാബുമാനും അല്ലെങ്കിൽ ഇവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കണം എന്താണെന്നറിയോ? ഇവിടെ പാവം പിടിച്ച ആരെങ്കിലും തെറിക്കും, ഇപ്പം ജഷിനൊക്കെ പോയ പോലെ. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ ബിഗ് ബോസ് സീസൺസിൽ സംഭവിക്കുന്നത്. മുമ്പ് മറ്റേ സീസൺ 4 തോന്നുന്നു കുട്ടിയക്കിൽ പോയി. അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കുട്ടിയക്കലിൻ്റെ കേസ്. ആ സമയത്ത് ആരെ കളയാനാണ്? ജാസ്മിനെയോ റിയാസ് സലീമിനെയോ എവിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആൾക്കാർ കയറി അങ്ങ് നിരത്തി പിടിച്ച് സ്പ്ലിറ്റ് ചെയ്ത് പൊളിച്ചു. അവസാനം അവിടെ കുട്ടിയക്കലിന് വോട്ടും കിട്ടിയില്ല, ഒരു ഗണ്ടിയും കിട്ടിയില്ല. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ജാസ്മിനോ റിയാസ് അവരാരും പോയതുമില്ല, കുട്ടിയക്കിൽ പുറത്താവുകയും ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. കളിക്കണ ആൾക്കാർ പോവും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്ന സമയത്ത്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ റിയാലിറ്റി. അപ്പോൾ ഇത്ര പറയാനുള്ളൂ, വേറൊന്നും കൂടുതൽ പറയാനില്ല. പിന്നെ മറ്റേ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നത്തിങ്, രസമായിരുന്നു. മറ്റേ ഡയലോഗ്സൊക്കെ പറയിപ്പിക്കുന്നത് ഞാൻ ഒരുപാട് ചിരിച്ചത് മറ്റേ ആര്യൻ്റെയാണ്. ആര്യം കയറി വരുന്നുണ്ട് കേട്ടോ, എല്ലാ രീതിയിലും. ടാസ്കിലാണെങ്കിലും എല്ലാ രീതിയിലും മുമ്പ് ആൾക്കാർക്ക് ഭയങ്കര വിരോധമായിരുന്നു ആര്യനോട്. പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അതൊക്കെ മാറി, ആര്യം നൈസായിട്ടൊക്കെ വരുന്നുണ്ട്. എനിക്കും പേഴ്സണലി ഇപ്പോൾ ആസ് എ കണ്ടസ്റ്റൻ്റ് അയാളോടൊരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട്. കാര്യം ടാസ്ക് നന്നായി ചെയ്യുന്നു. മറ്റേ ലാസ്റ്റ് ബോട്ടിൽ ടാസ്കിലൊക്കെ ആണെങ്കിലും വളരെ പൊളൈറ്റായിട്ട് പ്രൊഫഷണലായിട്ടൊക്കെയാണ് മൂപ്പര് ഡീൽ ചെയ്തത്. ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് ഇന്നാണെങ്കിലും മൂപ്പര് രസമായിരുന്നു. മറ്റേ ഡയലോഗൊക്കെ പറയിപ്പിക്കുന്ന സമയത്തൊക്കെ മൂപ്പര് നന്നായിട്ട് രസകരമായിട്ടൊക്കെ ചെയ്തു. അതെനിക്ക് ചിരി വന്നു ആക്ച്വലി കണ്ടപ്പോൾ. പിന്നെ അങ്ങനെ പോയി ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ എവിക്ഷനായിരുന്നല്ലോ, കലാസ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ കാണാം വാട്ട് ഹാപ്പൻ. ഇനിയിപ്പോൾ അടുത്ത എവിക്ഷനിൽ ആരൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ നോമിനേഷനിൽ വരുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നിൽക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ വോട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ വോട്ട് കൊടുക്കും. എനിക്ക് നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് കൊടുക്കുക. അല്ലാതെ വേറൊരാളോട് നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും വോട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൊടുക്കുന്നു എന്നല്ല പറയുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. സോ അവരോടാണ് പറയുന്നത്,
നിങ്ങൾ വേറൊരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശം കാര്യം നടക്കാനും പോണില്ല. അവിടെ നിങ്ങൾ വെറുക്കുന്ന ആൾക്കാർ സേവ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഡിസേർവിങ് അല്ലാത്ത ആൾക്കാർ സ്റ്റേ ചെയ്യുകയും ചെയ്യും. നിങ്ങളെ വെറുക്കുന്ന ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് സംഭവിക്കുക. ഇത് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. വേറെ എന്താണ്? അതിൽ ആരായിട്ടും പറയണ്ടല്ലോ, എന്താണ് നോക്കി കളിക്കുന്നോ അങ്ങനെ എന്തോ പറയുന്നില്ല. നമ്മളോടും കൂടിയിട്ടാണ് പറയുന്നത്. നമ്മളോടും കൂടിയിട്ടാണെങ്കിൽ പറയുന്നത് നോക്കി വോട്ട് ചെയ്യുമെന്ന് കൂടിയിട്ടാണ് പറയുന്നത്. ഇത്രേ പറയാനില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. ബൈ. പിന്നെന്താണ്? അത്രേ പറയാനുള്ളൂ. അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ അനീഷും ഷാനവാസും ഇങ്ങനെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ അത്യാവശ്യം നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോഴും ഈ സേഫായിട്ട് നിൽക്കുന്ന ആൾക്കാർ സേഫായി പോവോ എന്നൊരു സാധനമുണ്ട്. ലെറ്റ്സ് സീ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ശരി എന്നാൽ.